മേല് കഴുകാനൊന്നും പോയില്ല കേട്ടോ. ലേശം ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ചൂടാക്കിയിട്ട് തിന്നാണ്. ഇന്ന് വിശന്നിട്ട് പറയണ്ട. ഓ പറ എന്താണ്? അപ്പോൾ വന്ന് കയറിയുള്ളൂ കേട്ടോ. വന്ന് കയറി ഇന്ന് പോയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. പോയ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ പോയതും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പഴംപൊരി കൊണ്ടുവന്നായിരുന്നേ. പഴംപൊരി തിന്നുകൊണ്ട് ഇറക്കാം കേട്ടോ കൊടു. പിന്നെ കൊടുവിൻ്റെ അംഗനവാടിയിൽ നിന്ന് ടീച്ചർ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഉപ്പുമാവ് തന്നു കിട്ടുന്നുണ്ട് കേട്ടോ. ഇന്ന് ശരിക്കും ഞാൻ വിശന്നാവുന്നു. എനിക്ക് എന്തോ ഒരു വിശപ്പാവും എനിക്ക് പറയാനറിയില്ല. പഴംപൊരി ആദ്യക്കൂട്ടിലുള്ള മാറ്റി വെച്ചാ കേട്ടോ. രണ്ടെണ്ണുണ്ടോ? കൊടു തന്നെയായിരുന്നു. മീൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ പഴവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴം ഇതല്ലേ, മുട്ടായി ഒന്നുമില്ലേ. പഴം വാങ്ങിന്. മീന് ഞാൻ വാങ്ങി. 2 ദിവസമായിട്ട് ഇവർ കപ്പളങ്ങാക്കറി കൊടുത്തുന്നിട്ടേ എനിക്കും ഉണ്ട് കേട്ടോ അസ്വസ്ഥത. അപ്പം ഒന്ന് പിന്നെ മീൻ വാങ്ങി പോകുന്നു. അപ്പം ഇനി മീൻ വാങ്ങിയിട്ടുണ്ട്. നീ തല തോർത്തി ഉടുപ്പിട്ടിട്ട് വാട്ടോ. ഈ കവറ് കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്തയക്കാൻ കേട്ടോ. മീനിൻ്റെ കവർ കഴുകിയിട്ട് ഇനി അവിടെ തൂക്കി വെക്കുക. എന്നിട്ട് ചാക്കിലിട്ട് വെക്കുക. കുളിച്ചിട്ട് മാറ്റാനും നേരല്ലോ ഇവിടെ. വിശന്ന് ഇതാ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം തിന്നില്ല? അമ്മ ഉണ്ടാക്കി വെച്ച അപ്പം തിന്നായിരുന്നോ? അട തിന്നില്ലേ? അട ഉണ്ടായിരുന്നല്ലോ. ഒരു ദോശ ഉണ്ടായിരുന്നല്ലേ ഇതിനകത്ത്. എന്നാ വേഗം മാറ്റിയിട്ട് പോരും. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മോനത്തിനോട് ഞാൻ പറഞ്ഞു, മോൻ്റെ അവനെ ഞങ്ങൾ പുറകിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എടാ ലേശം വേഗം നടക്കടാന്ന് പറഞ്ഞു കേട്ടോ. നടക്കടാന്ന് പറഞ്ഞതിന് ഫലം കാണിച്ചു തരണോ? കുറച്ച് വേഗം നടക്കാൻ പറഞ്ഞതിന് ഫലം കാണിച്ചു തരാവേ. വേഗം നടക്കാൻ പറഞ്ഞതിൻ്റെ ഫലം. വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല. അതാ പോണതോ ചേട്ടായി ഓടുന്നതാ. എടാ കൂടു വേഗം നടക്ക്. ചേട്ടായിമാർ മുന്നിലെത്തി. അയ്യോ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരാശ്രയം ഉണ്ടാവും എന്ന് പറയണത് ശരിയാണ് കേട്ടോ. ഒരു ഭാഗത്ത് നമ്മൾ തളരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളെ താങ്ങാനോ ആളുകൾ വരും. അത് ഈശ്വരൻ എന്താ പറയുക മനുഷ്യൻ്റെ രൂപത്തിൽ വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ വണ്ടി ഈ പറഞ്ഞ പോലെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നടന്നിരുന്നു പോയത് കേട്ടോ. ജോലി സ്ഥലത്തെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ വീടിന് കരാറ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് പണി ഏറ്റെടുക്കാൻ പറ്റുമോ നമ്മളെ സൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവർ. ചേലാടൻ കൺസ്ട്രക്ഷൻ എന്നാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അവർ ഇത് കേട്ടോ. അപ്പോൾ അവർ സ്ഥലമൊക്കെ കണ്ടു. അപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക ഒരുപാട് തറയ്ക്ക് കുറച്ച് പണി അധികം വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. ഈ സമയത്ത് ഏട്ടനിവിടെ ഇല്ലാതെ പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്തേണ്ടി വന്നത്. ചേട്ടായി വയനാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ കാരണം കൊണ്ട് ഞാൻ പോയിട്ട് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തേക്കായിരുന്നു വന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഈ പോകുന്നതൊക്കെ ഞാൻ ഈ പണിയെടുക്കുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ പോയത്. സാറ് എന്താണെങ്കിലും ഞാൻ പറയുക ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഞാൻ പറയുക എത്രയോ വർഷങ്ങളായി. ഞാൻ 22 വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങിയതാണ്. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു എൻ്റെ ആദ്യമായിട്ടൊരു ജോലി എന്ന് പറയുന്നത് ഞാൻ +2 കഴിഞ്ഞ ഉടനെ മുക്കത്തുള്ളൊരു ആയുർവേദ ഫാർമസിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ +2 കഴിഞ്ഞ വെക്കേഷൻ സമയത്തൊക്കെ അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകണ ആ സമയമായപ്പോഴാണ് കുറച്ച് ഉച്ചയ്ക്ക് ശേഷമൊക്കെ നിന്നു. അങ്ങനെ പിന്നെ നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അന്ന് തുടങ്ങി ജോലി ചെയ്യുന്നതിനോട് എനിക്കൊരു മടിയില്ല കേട്ടോ. ഏത് ജോലി നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മളെ ജീവിത സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ
ആദ്യമായിട്ടാണ് ഇത്രയും എന്താ പറയുക റിലാക്സ് ആയിട്ടൊരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യണത് കേട്ടോ. ഇപ്പം തീർത്തും ഞാൻ പഠിച്ചതോ ഞാൻ ആഗ്രഹിച്ചതോ ആയ ജോലിയൊന്നും അല്ല. പക്ഷേ എങ്കിലും ഇത്രയും മൈൻഡ് ഫ്രീ ആയിട്ടും മക്കളെ കാര്യത്തിൽ ഞാൻ ഏറ്റവും സേഫായിട്ടൊരു ജോലി ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സാറിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ലീവ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, വേണ്ട രമ്യ, നിൻ്റെ പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്ക് നീ സമയം കിട്ടുമ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ പോവും. അവിടെ ചെല്ലുമ്പോൾ വണ്ടി വന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. അവിടെ വന്ന് വണ്ടി അങ്ങനെ ചെയ്ത് എന്താ പറയുക, ശരിക്കും ചോറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ. അവസാനം ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ പിടുത്തം വിട്ടു. ഞാൻ തൊട്ടടുത്തൊരു കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ തൊട്ടടുത്ത് തന്നെ സുരേഷ് ചേട്ടൻ്റെ ചായക്കടയിൽ കഞ്ഞി കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കഞ്ഞി അങ്ങ് കുടിച്ചു. നല്ല സുഖമായിട്ട് ചൂടുള്ള കഞ്ഞി. പക്ഷെ മുഴുവൻ കുടിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ആ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും കുറച്ച് വണ്ടികളുണ്ടായിരുന്നു, അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പഞ്ചായത്തിൽ പോകാനായിട്ടോ. അങ്ങനെ പഞ്ചായത്തിൽ അവർ എന്താ പറയുക, ഇപ്പം ഞാൻ പോണത് പെർമിറ്റിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പെർമിറ്റിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അപ്പോൾ താഴേന്ന് നമ്മൾ അറിയുന്ന ചേച്ചിമാരാണ് കേട്ടോ. പിന്നെ അറിയുന്ന ചേച്ചിയും ബിന്ദേച്ചിയും നമ്മളറിയുന്നവരാണ് കൂടുതലും. അപ്പം എല്ലാവരും നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. അത്രയും നമ്മളോട് ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. ചെന്നിടത്തു നിന്നൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടും തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പഞ്ചായത്തിലാണെങ്കിലും ശരി, എന്ത് കാര്യത്തിന് ചെന്നപ്പോഴും നമ്മളെ ഓടിപ്പിച്ചില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ അപേക്ഷ കൊടുത്തപ്പോൾ അവർക്ക് അറിയില്ല സ്റ്റാമ്പ് വേണമെന്നുള്ളത്. അപ്പം മുകളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞപ്പം വീണ്ടും താഴെ പോയി ഞാൻ സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് അറിയില്ല എന്നിട്ടോ സ്റ്റാമ്പ് വേണ്ടിയിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അത് അവിടെ കൊടുത്തപ്പോൾ വീണ്ടും ഇവിടുന്ന് വണ്ടി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുനിന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ പോരും. ഇവിടെ സാറിനൊരു നഷ്ടം വരാനും പാടില്ലല്ലോ, നമ്മൾ ജോലി സ്ഥലത്ത് നിൽക്കുന്നതല്ലേ. അങ്ങനെ പോയി വീണ്ടും വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോഴത്തേക്കും അംഗനവാടിയിൽ നിന്ന് കുടുവിനെ കൂട്ടി വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതൊന്നും മുഴുവൻ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും കഴിയില്ല കേട്ടോ, കാരണം ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ കുറച്ച് പിടിച്ച് വെക്കേണ്ടതാണ്. പിന്നെ ഞാൻ പോണത് ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുടുവിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരും. പിന്നെ ഉണ്ടാവും എൻ്റെ കൂടെ. അവനാണ് ഇത് ആ ഫയലൊക്കെ പിടിച്ച് പോണത് കേട്ടോ. അങ്ങനെ പെർമിറ്റിന് അപേക്ഷ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുന്നിലൊരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവനെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പെർമിറ്റിനുള്ള അപേക്ഷ കൊടുത്തു. അപ്പോൾ അവരവിടുന്ന് റിസിപ്റ്റ് തന്നിട്ടുണ്ട്. ഇനി ഓവർസിയർ വന്ന് നമ്മളെ സ്ഥലം വീടൊക്കെ നോക്കിയിട്ട് നമുക്ക് പെർമിറ്റിനുള്ള അപേക്ഷ തരുള്ളൂ. അതിന് ശേഷമാണെന്ന് തോന്നുന്നു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കുടുവാണ് കേട്ടോ ഈ വീഡിയോ പിടിച്ചു തന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ വീണ്ടും നേരെ വരുന്നത് അപ്പോഴത്തേക്കും വണ്ടി വന്നു എന്ന് പറഞ്ഞ് വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് വൈകിട്ട് വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ വന്നപ്പം ഞാൻ കണ്ടില്ലേ, മീനൊക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. പിന്നെ എന്താ പറയുക, ആദ്യകൂട്ടനും മോനൂസൊക്കെ എവിടെ അപ്പോഴത്തേക്കും ഞാൻ വരുമ്പോഴത്തേക്കും അവർ അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരോട് പഠിക്കാനിരുന്നോളാൻ പറഞ്ഞു. ഞാൻ പിന്നെ വേഗം അകമൊക്കെ അടിച്ചു വാരി എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട്, അപ്പം ഇന്നലെ ഒരുപാട് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ചേട്ടാ വയനാട്ടിൽ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എത്തിയായിരുന്നു. അപ്പം പുള്ളി അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിലെ കഴുകലൊക്കെ കഴിഞ്ഞു. മീനുള്ള തലയൊക്കെ കണ്ടിരിക്കാൻ പേടിയുണ്ട്. ഇനി അമ്മ മേലേക്കിട്ട് വരാം കേട്ടോ, എന്നിട്ട് വേണം കറി ഉണ്ടാക്കാം. നീ ചെന്നാ അവരെ ശല്യം ചെയ്യും. ചേട്ടന്മാർ വായിക്കട്ടെ. ഇവിടെ ഇരുന്ന് കളിച്ചോ. നമ്മ പേപ്പർ തരാം, ബുക്കും പേനയൊക്കെ തരാം. ചിത്രം വച്ചോ. അമ്മ ഇപ്പം വരാം. മേല് കഴുകട്ടെ കേട്ടോ. ആദ്യം പഠിച്ചോളൂ. അപ്പോൾ എന്താ പറയുക, കുടുവിന് മേലേക്കലേ കഴിഞ്ഞ് വന്നിട്ട് അവരുടെ അടുത്ത് പോയിരിക്കണം, മോനൂസിൻ്റെ അതിൻ്റെ അടുത്ത്. എന്നിട്ട് അവിടെ പോയിട്ട് അവരെ ശല്യം ചെയ്യണം. എന്നിട്ട് ഞാൻ ആ വാതിൽ അടച്ചിട്ടോളാൻ പറഞ്ഞു അവരോട്. തിണ്ണയിലിരിക്കുക അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവൻ പറയണത്. അതിനെ പഠിപ്പിക്കാൻ പോകാനാണ് എന്നോട് പറയണത്. ഇതെന്തിനാ? മീമി കറി വെക്കാൻ. ഉള്ളി, വെളുത്തുള്ളി നന്നാക്കണം, ഇഞ്ചി നന്നാക്കണം, മുളകില് കുത്തി ചതച്ചിട്ട് ഇടണം.
കുത്തക്കേട് കാട്ടിട്ടാ? പിന്നെ കുറച്ച് കഴിയണം. വായിക്കാണ്ട് എല്ലാ വിഷയം വായിക്കട്ടോ. ആദ്യന്റെതോ എനിക്ക് ഇവിടെ ഭയങ്കര വേദന കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇനി കൊടുത്ത് കുത്ത്. ഓ 1 2 3 4 5 6 7 8 9 10. തെറിച്ചു. ഓ പിടിച്ചു കഴിഞ്ഞാ കൊടു. ചതച്ചോ? ചതഞ്ഞോ? ചതഞ്ഞോ? എന്തിനാ കൊടു? അങ്ങനെ കറി ഞങ്ങൾ മീൻ കറി വെക്കാം കേട്ടോ. കൊടു ഇട്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരെണ്ണിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവന് പേടിയായേ. അങ്ങനെ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചോറ് രാവിലെ വെച്ചതുണ്ടായിരുന്നു, അത് ചൂടാക്കി. തോരൻ പാവയ്ക്കത്തോരൻ ഉണ്ടായിരുന്നു, മീൻ കറിയും പാവയ്ക്കത്തോരനും കൂട്ടി. ലേശം കപ്പളങ്ങ തോരനും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ ചോറുണ്ടത്. അപ്പോൾ അവർ വന്ന് നോക്കിയവർ നമുക്ക് ഒരു സമാധാനമുള്ള ഒരു ആശ്വാസമാണ് കേട്ടോ അവരുടെ അടുത്ത് നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം. എന്താ എന്താണ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഓവർസിയർ വന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കറി വെന്തിട്ട് ഉപ്പ് നോക്കണേ. പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുവിന് ഉപ്പ് നോക്കണം എന്ന് കൊടു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കയറണം കൊടുവിനവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കറി അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇവരെ കുറച്ച് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് എഴുതാനുള്ളൊക്കെ എഴുതി കഴിഞ്ഞാൽ മതി. എഴുതാനുള്ളൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് വായിപ്പിക്കാനൊക്കെ ഉണ്ട്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഒരു കഴുത്ത് വേദന, പെരുതിക്കാണോ വേദന, എന്തോ ഒരു വേദനയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിന്നെയും ചെയ്യാൻ കഴിയുന്നതും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.